അതീവ ഗ്ലാമറസ് ലുക്കിൽ ആത്മവിശ്വാസത്തോടെ റാമ്പ് വാക്ക് നടത്തുന്ന രേണുസുധിയുടെ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ കീഴടക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന IFE മിസ് കേരള മത്സരവേദിയിൽ ഷോ സ്റ്റോപ്പറായി എത്തിയതായിരുന്നു രേണു. പരമ്പരാഗത ശൈലിയിലുള്ള കസവ് വസ്ത്രമാണ് രേണു ധരിച്ചിട്ടുള്ളതെങ്കിലും ബ്രാലറ്റ് ബ്ലൗസാണ് ധരിച്ചിരിക്കുന്നത്. രേണുവിൻ്റെ പുതിയ മേക്ക് ഓവറിൽ അമ്പരപ്പും അഭിനന്ദനങ്ങളും വിമർശനവും പങ്കുവയ്ക്കുകയാണ് സോഷ്യൽ മീഡിയ. കൊല്ലം സുധിയുടെ മരണശേഷം സമൂഹമാധ്യമങ്ങളിൽ സജീവമായതിൻ്റെ പേരിൽ വലിയ പരിഹാസങ്ങളാണ് രേണു കേട്ടുകൊണ്ടിരിക്കുന്നത്. റാമ്പുവാക്കിന് ശേഷം പരിഹസിക്കുന്നവർക്കുള്ള മറുപടിയും രേണു നൽകി. രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: എനിക്കുള്ള ഓരോ നെഗറ്റീവ് കമൻറ്റിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എൻ്റെ സന്തോഷം തന്നെയാണ് അവർക്കുള്ള മറുപടി. അല്ലാതെ അവരെ തല്ലാനോ കൊല്ലാനോ ഒന്നും ഞാൻ പോകുന്നില്ല. നേരത്തെ എല്ലാ നടിമാർക്കും വയറ് കാണിക്കാമെങ്കിൽ എനിക്കെന്താ കാണിച്ചാൽ എന്ന് രേണുസുധി ചോദിച്ചത് വലിയ ചർച്ചയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവും പോസിറ്റീവുമായ കമൻസിനെ എങ്ങനെ കാണുന്നു ചോദ്യത്തിന് രേണുവിൻ്റെ മറുപടി ഇതായിരുന്നു: സന്തോഷത്തോടെയാണ് കമൻറ്റുകളെ നോക്കിക്കാണുന്നത്. കാരണം നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മളെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കമൻറ്റുകൾ ഇടുന്നത്. റാമ്പ് വാക്കിൽ വയറ് കാണുന്ന വിധമുള്ള കസവ് മുണ്ടും ബ്ലൗസുമാണ് രേണു അണിഞ്ഞിരിക്കുന്നത്. അതിന് അനുയോജ്യമായ ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട്. തലമുടി അഴിച്ചിട്ടിരിക്കുകയാണ്. രേണുവിൻ്റെ ഗ്ലാമറസ് ലുക്കിൽ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. യക്ഷിയെപ്പോലെ എന്ന് വിളിച്ചാണ് പലരും ആക്ഷേപിക്കുന്നത്. എന്നാൽ ഇത്തരം ആക്ഷേപങ്ങൾ തന്നെ ബാധിക്കില്ലെന്ന് രേണു നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒരുപോലെ കീഴടക്കുന്ന രേണുസുധി ഇപ്പോൾ ഒരു ബ്രാൻഡായി വളർന്നതായി പലരും അഭിപ്രായപ്പെടുന്നു. ഉദ്ഘാടനങ്ങളും ഷോർട്ട് ഫിലിമും ആൽബങ്ങളുമൊക്കെയായി വലിയ തിരക്കിലാണിപ്പോൾ രേണു. എന്നാൽ രേണുവിൻ്റെ വസ്ത്രധാരണ രീതിയെ വിമർശിക്കുന്നവരും ഏറെയാണ്. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിൽ നിന്ന് വ്യത്യസ്തമായാണ് രേണുവിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ. എന്തായാലും വ്യത്യസ്തമായ കണ്ടന്റുകളുമായി എന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനുള്ള രേണുവിൻ്റെ കഴിവിനെയും പരിഹാസങ്ങളിൽ തളരാത്ത കോൺഫിഡൻസിനെയും നിരവധി പേർ അഭിനന്ദിക്കുന്നുമുണ്ട്.